ഹലോ. അപ്പോൾ നമ്മൾ സൊല്യൂഷൻ ലെസൺ കണ്ടിന്യൂ ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു നിർത്തിയതെന്ന് വെച്ചാൽ കോൺസെൻട്രേഷൻ്റെ മെഷർമെൻറ്റുകളിൽ നമ്മൾ 5 ടേംസ് പറഞ്ഞു നിർത്തി. ഇനി നമ്മൾ 6ാമത്തെ ക്വാണ്ടിറ്റേറ്റീവ് മെഷറിംഗ് ടേമാണ് പറയാൻ പോകുന്നത്. ആ മെഷർമെൻറ്റാണ് മൊളാരിറ്റി. മൊളാരിറ്റി റെപ്രസെൻറ്റേഷൻ ക്യാപിറ്റൽ എം. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ഇയറിലും പഠിച്ചിട്ടുണ്ട് മൊളാരിറ്റിയൊക്കെ. അപ്പോൾ നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന ഒരു കോൺസെൻട്രേഷൻ എക്സ്പ്രഷൻ ടേമാണ് ഏതെന്ന് പറയുന്നത് മൊളാരിറ്റി. RITY മൊളാരിറ്റി ക്യാപിറ്റൽ എം. ഇപ്പോൾ മൊളാരിറ്റി എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇപ്പോൾ ഒരു 1 ലിറ്റർ സൊല്യൂഷൻ നമ്മൾ സൊല്യൂട്ടും സോൾവൻറ്റും മിക്സ് ചെയ്ത് നമ്മൾ സൊല്യൂഷൻ്റെ വോളിയം 1 ലിറ്റർ ആക്കി. അപ്പോൾ 1 ലിറ്റർ സൊല്യൂഷനിൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് എത്ര, സൊല്യൂട്ടിൻ്റെ നമ്പർ ഓഫ് മോൾസ് എത്ര, ആ ഒരു എക്സ്പ്രഷനാണ് അല്ലെങ്കിൽ ആ ഒരു റേഷ്യോ ആണ് നമ്മൾ മൊളാരിറ്റിയിൽ പറയുന്നത്. സൊല്യൂഷൻ ആകെ 1 ലിറ്റർ എടുക്കുമ്പോൾ ഈ 1 ലിറ്റർ സൊല്യൂഷനിൽ നമ്മുടെ സൊല്യൂട്ടിൻ്റെ എമൗണ്ട് എത്ര എന്നല്ല, സൊല്യൂട്ടിൻ്റെ നമ്പർ ഓഫ് മോൾസ് എത്ര, നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് പ്രസൻറ്റ് ഇൻ 1 ലിറ്റർ ഓഫ് സൊല്യൂഷൻ. 1 ലിറ്റർ സൊല്യൂഷനിലുള്ള സൊല്യൂട്ടിൻ്റെ നമ്പർ ഓഫ് മോൾസ്. അപ്പം നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് പ്രസൻറ്റ് ഇൻ 1 ലിറ്റർ ഓഫ് സൊല്യൂഷൻ, ആ റേഷ്യോയാണ് എന്ന് പറയുന്നത് മൊളാരിറ്റി. അല്ലെങ്കിൽ നമുക്ക് വേറെ ചെറുതായിട്ടൊന്ന് മാറ്റി പറയാം. നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് പ്രസൻറ്റ് ഇൻ എ ഗിവൺ വോളിയം സൊല്യൂഷൻ. ഇപ്പോൾ കറക്റ്റ് നമ്മൾ എല്ലാ സൊല്യൂഷനും കൃത്യം 1 ലിറ്റർ ആകണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ തന്നിരിക്കുന്ന സൊല്യൂഷൻ്റെ വോളിയം എത്രയാണോ ആ വോളിയത്തിലുള്ള നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് അതെന്ത് തന്നെയാണ് മൊളാരിറ്റിയാണ്. അപ്പോൾ നമ്മൾ മൊളാരിറ്റി ക്യാപിറ്റൽ എം, മൊളാരിറ്റി എം ഇസ് ഈക്വൽ ടു ഇവിടെ ന്യൂമറേറ്ററിൽ വരുന്നത് നമ്പർ ഓഫ് മോൾസ് ഓഫ് solute, number of moles of solute divided by volume of solution, volume of solution in liters. Number of moles of solute by volume of solution in liters, അതാണ് molarity. അപ്പം what is the definition of molarity? Molarity is defined as number of moles of solute present in a given volume solution. നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് പ്രസൻറ്റ് ഇൻ എ ഗിവൺ വോളിയം സൊല്യൂഷൻ, അതാണ് മൊളാരിറ്റി. നമ്മൾ എക്സ്പ്രഷൻ എഴുതുമ്പോൾ മൊളാരിറ്റി എം ഇസ് ഈക്വൽ ടു നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ബൈ വോളിയം ഓഫ് സൊല്യൂഷൻ ഇൻ ലിറ്റേഴ്സ്. ലിറ്റേഴ്സിലാണ് പറയുന്നത് നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ബൈ വോളിയം ഓഫ് സൊല്യൂഷൻ ഇൻ ലിറ്റേഴ്സ്. നമ്മൾ ഈ സൊല്യൂഷൻ്റെ വോളിയം നമ്മൾ മില്ലി ലിറ്ററിലാണ് എക്സ്പ്രസ് ചെയ്യുന്നതെങ്കിൽ ദാറ്റ് ഈസ് നമ്പർ ഓഫ് moles of solute divided by volume of solution in milliliter into 1000, 10⁻³ അപ്പോൾ ലിറ്റേഴ്സിലാകുമ്പോൾ നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ബൈ വോളിയം ഓഫ് സൊല്യൂഷൻ ഇൻ ലിറ്റേഴ്സ് എന്ന് മാത്രം മതി. അതല്ല, സൊല്യൂഷൻ്റെ വോളിയം മില്ലി ലിറ്റേഴ്സിലാണെങ്കിൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ബൈ വോളിയം ഓഫ് സൊല്യൂഷൻ ഇൻ മില്ലി ലിറ്റേഴ്സ് ഇൻറ്റു 1000. അപ്പോൾ നമ്മൾ തന്നെ ഒരു സിമിലർ ആകുമ്പോൾ നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് NB ഈ സൊല്യൂട്ട് അല്ലെങ്കിൽ N2 എന്ന് പറഞ്ഞ സൊല്യൂട്ട് റെപ്രസെൻറ്റേഷനാണ്. അപ്പോൾ NB ബൈ വോളിയം ഓഫ് സൊല്യൂഷൻ NB by V in liters or NB into 1000 divided by volume in milliliters. ഇതാണ് എന്തെന്ന് പറയുന്നത് മൊളാരിറ്റി. അപ്പോൾ മൊളാരിറ്റി മീൻസ് നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് പ്രസൻറ്റ് ഇൻ എ ഗിവൺ വോളിയം സൊല്യൂഷൻ, അതാണ് എന്ന് പറയുന്നത് മൊളാരിറ്റി. നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് പ്രസൻറ്റ് ഇൻ എ ഗിവൺ വോളിയം സൊല്യൂഷൻ. ഇനി നമ്മൾ ഇവിടെ തന്നെ കണ്ടേ NB ഇൻറ്റു 1000 ബൈ V ഇൻ മില്ലി ലിറ്റേഴ്സ്. നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു NB നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട്. എന്താണ് നമ്പർ ഓഫ് മോൾസ് എന്ന് പറയുന്നത്? ഗിവൺ മാസ് ബൈ മോളിക്കുലാർ മാസ് എന്നാണ്. അപ്പോൾ NB നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഈക്വൽ ടു ഗിവൺ മാസ് ഓഫ് സൊല്യൂട്ട് ബൈ മോളിക്കുലാർ മാസ് ഓഫ് സൊല്യൂട്ട് എന്നാവും. നമ്മൾ എക്സ്പ്രഷൻ മാറ്റുമ്പോൾ ഗിവൺ മാസ് ഓഫ് സൊല്യൂട്ട് WB ബൈ മോളിക്കുലാർ മാസ് ഓഫ് സൊല്യൂട്ട്, അതല്ലേ NB എന്ന് പറയുന്നത് WB ബൈ MB ഇൻറ്റു 1000
ബൈ വി ഇൻ മില്ലി ലിറ്റേഴ്സ് നമുക്കിങ്ങനെ എഴുതാം. അപ്പം പ്രോബ്ലം ചെയ്യുമ്പോഴൊക്കെ നമ്മൾ ഈ ഇക്വേഷൻ്റെ ഓർത്തിരിക്കുക, ഒന്നുകിൽ എൻ ബി ഇൻറ്റു 1000 ബൈ വി ഇൻ മില്ലി ലിറ്റേഴ്സ് എന്നോ, അല്ലെങ്കിൽ എൻ ബി എന്ന് പറയുന്നത് WB/MB ആണ്. അപ്പം WB ഇൻറ്റു 1000 ബൈ MB ഇൻറ്റു വോളിയം ഓഫ് സൊല്യൂഷൻ. ഇതാണ് മൊളാരിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ മൊളാരിറ്റി ബേസ്ഡ് ക്വസ്റ്റ്യൻ പറയാണ്, കാൽക്കുലേറ്റ് ദി മൊളാരിറ്റി ഓഫ് എ സൊല്യൂഷൻ കണ്ടെയ്നിങ് 5 gram ഓഫ് NaOH ഇൻ 450 milliliter സൊല്യൂഷൻ. അപ്പോൾ നമുക്ക് കാണേണ്ടത് മൊളാരിറ്റിയാണ്. മൊളാരിറ്റി ഓഫ് എ സൊല്യൂഷൻ കണ്ടെയ്നിങ് 5 gram ഓഫ് NaOH, 5 gram NaOH ഇൻ 450 ml സൊല്യൂഷൻ. അപ്പോൾ ഇവിടെ സൊല്യൂഷൻ്റെ വോളിയം ഓഫ് സൊല്യൂഷൻ എന്ന് പറയുന്നത് 450 milliliters ആണ്. പിന്നെ കണ്ടെയ്നിങ് 5 gram ഓഫ് NaOH, ഇവിടെ NaOH ആണ് സൊല്യൂട്ട്, വാട്ടർ ആണ് സോൾവെൻറ്റ്. ക്വസ്റ്റ്യൻ വായിക്കാൻ മനസ്സിലാവും. ദെൻ NaOH സൊല്യൂട്ട് ആകുമ്പോൾ തന്നേക്കുന്ന മാസ്, ഗിവൺ മാസ് ഓഫ് സൊല്യൂട്ട്, ഗിവൺ മാസ് ഓഫ് NaOH എന്ന് പറയുന്നത് 5 gram. അപ്പോൾ ഇത്രയും ടേംസേ ഉള്ളൂ. നമുക്ക് കാണേണ്ടത് മൊളാരിറ്റിയാണ്, ക്യാപിറ്റൽ EM. നമ്മൾ പഠിച്ചു മൊളാരിറ്റി ഈസ് ഈക്വൽ ടു എന്താണ്, ഗിവൺ മാസ് ഓഫ് സൊല്യൂട്ട് ബൈ മോളിക്കുലാർ മാസ് ഓഫ് സൊല്യൂട്ട് ഇൻറ്റു 1000 ബൈ വോളിയം ഇൻ മില്ലി ലിറ്റേഴ്സ്. ഇതല്ലേ എൻ്റെ എക്സ്പ്രഷൻ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇതിൽ നമുക്ക് എന്തെല്ലാം ടേംസ് ഉണ്ട്? ഗിവൺ മാസ് ഓഫ് സൊല്യൂട്ട് ഉണ്ട് 5 gram ഇൻറ്റു 1000 ബൈ മോളിക്കുലാർ മാസ് ഓഫ് സൊല്യൂട്ട് MB. ക്വസ്റ്റ്യനിലില്ല, പക്ഷേ സൊല്യൂട്ട് ഏതാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ആരാണ് സൊല്യൂട്ട്? NaOH. അപ്പോൾ സൊല്യൂട്ട് NaOH ആകുമ്പോൾ മോളിക്കുലാർ മാസ് ഓഫ് NaOH എന്ന് പറയുന്നത് Naയുടെ മാസ് 23 പ്ലസ് ഓക്സിജൻ 16 പ്ലസ് ഹൈഡ്രജൻ 1 ആഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് 40 എന്ന് കിട്ടും. 40 gram/mol ആണ് NaOHൻ്റെ മോളിക്കുലാർ മാസ്. നമുക്ക് ആ വാല്യൂ ഉണ്ട്. പിന്നെ സൊല്യൂഷൻ്റെ വോളിയം എന്താ? 450 ആണ്. ഇത് 450 ml ആണ്. അതാണ് നമ്മുടെ ഇക്വേഷനിലൂടെ 1000 വന്നേക്കുന്നത്. അപ്പോൾ നമ്മൾ വാല്യൂസ് അപ്ലൈ ചെയ്യുമ്പോൾ ഗിവൺ മാസ് 5 gram ഇൻറ്റു 1000 ഡിവൈഡഡ് ബൈ മോളിക്കുലാർ മാസ് 40 ഇൻറ്റു എന്താണ്, വോളിയം ഓഫ് സൊല്യൂഷൻ എന്ന് പറയുന്നത് 450 ml. നമ്മൾ ഇത്രയും വാല്യൂസ് അങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്ത് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് 0.278 gram/mol എന്ന് കിട്ടും. gram/mol. സോറി, വേണ്ട 5 gram. ഇവിടെ 5 gram അല്ലേ? ഇത് 5 gram, ഇത് gram/mol, ഇത് മില്ലി ലിറ്റേഴ്സ്. അപ്പോൾ ഇതിൽ ഗ്രാം ക്യാൻസൽ ആവും. പിന്നെ മോൾ ലിറ്റർ റൈസ് ടു -1 നമുക്ക് വരും. മോൾ ലിറ്റർ റൈസ് ടു -1. അപ്പോൾ ഇത് ഓർക്കുക. അപ്പോൾ മൊളാരിറ്റി എന്ന് പറയുന്നത് ഗിവൺ മാസ് ബൈ മോളിക്കുലാർ മാസ് ഇൻറ്റു 1000 ബൈ വോളിയമാണ്. അപ്പോൾ ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് 0.278 mol/liter എന്ന് കിട്ടും. അപ്പോൾ ഇതാണ് ആറാമത്തെ ടേമാണ് മൊളാരിറ്റി എന്ന് പറയുന്നത്. ഇനി സെവൻത് മെഷർമെൻ്റ് എന്ന് പറയുന്നത് മൊളാലിറ്റിയാണ്. മൊളാലിറ്റി. അപ്പോൾ നെക്സ്റ്റ് കോൺസെൻട്രേഷൻ്റെ മെഷർമെൻറ്റിൽ ആറാമത്തെ ടേമാണ് ലാസ്റ്റ് എന്ന് പറയുന്നത് മൊളാലിറ്റി. നമ്മൾ പറഞ്ഞത് മാസ് പെർസെൻറ്റേജ്, വോളിയം പെർസെൻറ്റേജ്, മാസ് ബൈ വോളിയം പെർസെൻറ്റേജ്, ദെൻ പാർട്സ് പെർ മില്യൺ, ദെൻ മോൾ ഫ്രാക്ഷൻ, ദെൻ സിക്സ്ത് ആയിട്ട് മൊളാരിറ്റി, ദെൻ നെക്സ്റ്റ് വൺ സെവൻത് വൺ മൊളാലിറ്റി സ്മോൾ m ആണ് റെപ്രസെൻറ്റേഷൻ. മൊളാരിറ്റിയാണ് ക്യാപിറ്റൽ M, മൊളാലിറ്റി സ്മോൾ m. അപ്പോൾ നമ്മൾ എന്താണ് മൊളാരിറ്റിയിൽ പറഞ്ഞത്? ഗിവൺ വോളിയം സൊല്യൂഷനിലുള്ള നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട്, ആ റേഷ്യോ ആണ് ഏത്? മൊളാരിറ്റി. അതേസമയം മൊളാലിറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ സൊല്യൂഷൻ്റെ വോളിയം കൺസിഡർ ചെയ്യുന്നില്ല, പകരം നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ടും അതേപോലെ സോൾവെൻറ്റിൻ്റെ എമൗണ്ട്, ഗിവൺ മാസ് അല്ലെങ്കിൽ വെയ്റ്റ് ഓഫ് സോൾവെൻറ്റ്, നമ്മുടെ സൊല്യൂട്ട് സോൾവെൻറ്റ്, ആ ഒരു റേഷ്യോയാണ് എന്ന് പറയുന്നത് മൊളാരിറ്റി ആകുമ്പോൾ സൊല്യൂട്ടും സൊല്യൂഷനും തമ്മിലുള്ള റേഷ്യോ ആണ് മൊളാരിറ്റി. അപ്പോൾ മൊളാലിറ്റിയിൽ നമ്മൾ പറയുമ്പോൾ മൊളാലിറ്റി സ്മോൾ m ഇസ് ഈക്വൽ ടു, ഇവിടെയും അവിടുത്തെ പോലെ തന്നെ ന്യൂമറേറ്ററിൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ, നമ്മൾ എന്താണ് മൊളാരിറ്റിയിൽ എഴുതിയത്?
വോളിയം ഓഫ് സൊല്യൂഷൻ ആണ്. വോളിയം ഓഫ് സൊല്യൂഷൻ. മൊളാലിറ്റി ആകുമ്പോൾ മാസ് ഓഫ് സോൾവെൻറ്റ് എന്തോരും മാസ് ഓഫ് സോൾവെൻറ്റ്. അപ്പോൾ മൊളാലിറ്റി മീൻസ് ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് പ്രസൻറ്റ് ഇൻ എ ഗിവൺ മാസ് ഓഫ് സോൾവെൻറ്റ് ഇൻ കിലോഗ്രാം. അപ്പോൾ വാട്ട് ഈസ് മൊളാലിറ്റി? Molality is defined as number of moles of solute present in a given mass of solvent. Mass of solvent in kilogram. അപ്പോൾ നമ്മുടെ എക്സ്പ്രഷൻ എഴുതുമ്പോൾ നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് റെപ്രസെൻറ്റേഷൻ NB ഡിവൈഡ് ബൈ ഗിവൺ മാസ് ഓഫ് സോൾവെൻറ്റ്. മാസ് ഓഫ് സോൾവെൻറ്റ് WA ഇൻ കിലോഗ്രാം. നമുക്ക് സോൾവെൻറ്റിൻ്റെ മാസ് എപ്പോഴും കിലോഗ്രാമിലല്ല ഗ്രാമിൽ നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഗ്രാമിൽ പറയുമ്പോൾ നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ ഗിവൺ മാസ് ഓഫ് സോൾവെൻറ്റ് ഇൻ ഗ്രാം. അപ്പോൾ നമുക്കിവിടെ എന്ത് കൂടെ വരും? 1000 കൂടെ വരും. മൊളാരിറ്റി ആയപ്പോൾ NB × 1000 ബൈ വോളിയം ഓഫ് സൊല്യൂഷൻ ഇൻ മില്ലി ലിറ്റേഴ്സ് ആണ്. മൊളാലിറ്റി ആകുമ്പോൾ നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് × 1000 ബൈ മാസ് ഓഫ് സോൾവെൻറ്റ് ഇൻ ഗ്രാം. NB × 1000 ബൈ WA ഇൻ ഗ്രാം. ഇതാണ് എന്ന് പറയുന്നത് മൊളാലിറ്റി. അപ്പോൾ മൊളാലിറ്റി ഡെഫിനിഷൻ ഇതാണ്. നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് പ്രസൻറ്റ് ഇൻ എ ഗിവൺ മാസ് ഓഫ് സോൾവെൻറ്റ്. നമ്പർ ഓഫ് മോൾസ് ഓഫ് സോൾവെൻറ്റ് പ്രസൻറ്റ് ഇൻ എ ഗിവൺ മാസ് ഓഫ് സോൾവെൻറ്റ് ഈസ് കോൾഡ് മൊളാലിറ്റി. നമ്മൾ എക്സ്പ്രസ് ചെയ്യുമ്പോൾ NB ഡിവൈഡഡ് ബൈ WA ഇൻ കിലോഗ്രാം, അതല്ലെങ്കിൽ NB × 1000 ബൈ WA ഇൻ ഗ്രാം. ഗ്രാമിലെ എക്സ്പ്രഷൻ ആകുമ്പോൾ ഇങ്ങനെ വരും. അപ്പോൾ നമ്മൾ മൊളാലിറ്റി ബേസ്ഡ് ഒരു പ്രോബ്ലമാണ്. കാൽക്കുലേറ്റ് മൊളാലിറ്റി ഓഫ് 2.5 gram ഓഫ് എത്തനോയിക് ആസിഡ് ഇൻ 75 gram ഓഫ് ബെൻസീൻ. അപ്പോൾ എത്തനോയിക് ആസിഡാണ് സൊല്യൂട്ട് എന്ന് മനസ്സിലാകും. ഇൻ ബെൻസീനാണ്. അപ്പം ബെൻസീൻ ആരാണ്? സോൾവെൻ്റ് ആണ്. ആ സോൾവെൻ്റായ ബെൻസീൻ എന്ന് പറയുന്നത് 75 gram ആണ്. അപ്പോൾ ഈ 75 gram ആണ് WA 75 gram. ഓക്കെ. ദെൻ 2.5 gram ഓഫ് എത്തനോയിക് ആസിഡ് അത് സൊല്യൂട്ടാണ്. അപ്പോൾ സൊല്യൂട്ടിൻ്റെ ഗിവൺ മാസ് WB എന്ന് പറയുന്നത് 2.5 gram ആണ്. നമുക്കതും കിട്ടി. നമുക്ക് കാണേണ്ടത് മൊളാലിറ്റിയാണ്. നമ്മൾ പഠിച്ചു കഴിഞ്ഞു. മൊളാലിറ്റി M = ഗിവൺ മാസ് ഓഫ് സൊല്യൂട്ട് ഇൻറ്റു 1000 ഡിവൈഡഡ് ബൈ മോളിക്കുലാർ മാസ് ഓഫ് സൊല്യൂട്ട് ഇൻറ്റു WA. ചില ടെക്സ്റ്റുകളിലൊക്കെ എക്ക് പകരം 1 എന്നും ബിക്ക് പകരം 2 എന്നും കൊടുത്തിട്ടുണ്ട്. 1 സോൾവെൻറ്റും 2 എന്ന് പറയുന്നത് സൊല്യൂട്ടുമാണ്. A സോൾവെൻറ്റ് B സൊല്യൂട്ട് എന്ന് പറയും പോലെ. അപ്പോൾ മൊളാലിറ്റി M = WB × 1000 ബൈ MB × WA ആണ്. നമുക്കിവിടെ ഏതൊക്കെ ടേംസ് ഉണ്ട്? WB ഉണ്ട്, WA ഉണ്ട്. ഇനി MB ഇല്ല. എന്താണ് MB എന്ന് പറയുന്നത്? മോളിക്കുലാർ മാസ് ഓഫ് സൊല്യൂട്ട്. ഇവിടെ സൊല്യൂട്ട് ആരാണെന്ന് പറഞ്ഞു? എത്തനോയിക് ആസിഡാണ്. എത്തനോയിക് ആസിഡിൻ്റെ ഫോർമുല എന്ന് പറയുന്നത് അറിയാം, CH3COOH. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഈ ഓരോ എലമെൻസിൻ്റെയും അറ്റോമിക് മാസിൻ്റെ സം എടുക്കുക. അപ്പോൾ കാർബൺ 12 + 3H 3 + again 12 + 16 + 16 + 1 ഇത്രയും നമ്മൾ സം എടുക്കുമ്പോൾ നമുക്ക് 60 എന്ന് കിട്ടും. 60 gram/mol ആണ് എത്തനോയിക് ആസിഡിൻ്റെതെന്ന് പറയുന്നത്, മോളിക്കുലാർ മാസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിനി ഈ വാല്യൂസ് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ WB എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു 2.5 × 1000 ഡിവൈഡ് ബൈ MB 60 × WA 75. ഇത്രയും അങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്ത് നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് 0. സംതിങ് വാല്യൂ വരും. അപ്പോൾ ഇത് കാൽക്കുലേറ്റ് ചെയ്യുക. ഇത് കാൽക്കുലേറ്റ് ചെയ്തിട്ട് കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? മൊളാലിറ്റി ഓഫ് എത്തനോയിക് ആസിഡ്. മനസ്സിലല്ലേ? അപ്പോൾ ഇതാണ് ഇതൊക്കെ ഡയറക്റ്റായിട്ട് തന്നിരുന്ന ക്വസ്റ്റ്യൻസ് തന്നെയാണ്. നമുക്ക് പെട്ടെന്ന് ഈസി ആയിട്ട് വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഇതാണ് മൊളാലിറ്റിയുടെ പ്രോബ്ലം. അപ്പോൾ ഞാനിപ്പോൾ എന്തെല്ലാം പറഞ്ഞു? 7th ടേമാണ് മൊളാലിറ്റി. റിവൈസ് ചെയ്യാം. മാസ് പെർസെൻറ്റേജ്, വോളിയം പെർസെൻറ്റേജ്, ദെൻ മാസ് ബൈ വോളിയം പെർസെൻറ്റേജ് ആണ് 3rd ടേം. ദെൻ 4th പാർട്സ് പെർ മില്യൺ ppm. ദെൻ 5th എന്ന് പറയുന്നത് എന്തായിരുന്നു? മോൾ ഫ്രാക്ഷൻ.
ദെൻ 6th ആണ് മൊളാരിറ്റി, ദെൻ 7th വൺ ഈസ് മൊളാലിറ്റി. ഇതെല്ലാം കോൺസെൻട്രേഷനെ ക്വാണ്ടിറ്റേറ്റീവ്ലി എക്സ്പ്രസ് ചെയ്യാനുള്ള ടേംസ് ആണ് ഈ പറഞ്ഞ 7 ടേംസ്. ഇനി ഈ പറഞ്ഞ 7 ടേംസിൽ കുറച്ച് ടേംസ് എന്ന് പറയുന്നത് ടെമ്പറേച്ചർ ഡിപ്പെൻഡൻറ്റും മറ്റു ചിലത് ടെമ്പറേച്ചർ ഇൻഡിപെൻഡൻറ്റുമാണ്. അപ്പോൾ നമ്മൾ ടെമ്പറേച്ചറിനെ ഓരോ ടേംസ് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് നമ്മൾ നമ്മുടെ ചാൾസ് ലായുടെ ബേസിലാണ് പറയുന്നത്. നമ്മൾ ചാൾസ് ലായി പറയും വോളിയം ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു ടെമ്പറേച്ചർ. അപ്പം ടെമ്പറേച്ചറിന് വേരിയേഷൻ വരുമ്പോൾ വോളിയം ചേഞ്ച് ചെയ്യും, മനസ്സിലായില്ലേ? അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ 7 ടേംസിൽ ഏതിലൊക്കെയാണോ വോളിയം എന്ന ടേമിൻ്റെ പ്രസൻസ് ഉള്ളത്, വോളിയം ഉള്ളത്, ആ വോളിയം ഉള്ള ടേംസിൻ്റെ കേസിലെല്ലാം തന്നെ ടെമ്പറേച്ചർ മാറുമ്പോൾ അതിൻ്റെ വാല്യൂസ് മാറും. ഡിഫറെൻറ്റ് ടെമ്പറേച്ചേഴ്സിൽ ഡിഫറെൻറ്റ് കോൺസെൻട്രേഷൻ വാല്യൂ നമുക്ക് കിട്ടും, മനസ്സിലായില്ലേ? അപ്പോൾ മാസ് പെർസെൻറ്റേജ് ടെമ്പറേച്ചർ ഡിപ്പെൻഡൻ്റ് അല്ല, വോളിയം പെർസെൻറ്റേജ് ടെമ്പറേച്ചർ ഡിപ്പെൻഡൻ്റ് ആണ്. മാസ് ബൈ വോളിയം പെർസെൻറ്റേജ് ടെമ്പറേച്ചർ ഡിപ്പെൻഡ് ചെയ്യും. ദെൻ ppm പാർട്ട് ഓഫ് വൺ കമ്പോണൻറ്റ് ബൈ ടോട്ടൽ പാർട്ട് ഓഫ് സൊല്യൂഷൻ, അതും വോളിയം ഡിപ്പെൻഡ് ചെയ്യാം. സൊല്യൂഷൻ്റെ ആകെ ഉള്ള വോളിയം നമ്മൾ വോളിയത്തിൽ പറയുമ്പോൾ അവർ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ദെൻ നെക്സ്റ്റ് മോൾ ഫ്രാക്ഷൻ ഇൻഡിപെൻഡൻ്റ് ഓഫ് ടെമ്പറേച്ചറാണ്. ദെൻ മൊളാരിറ്റി അവിടെ വരും വോളിയം ഓഫ് സൊല്യൂഷൻ, മൊളാരിറ്റി ഇൻഡിപെൻഡൻ്റ് ആണ്. അപ്പോൾ എന്തൊക്കെയാണ് ടെമ്പറേച്ചർ ഡിപ്പെൻഡൻറ്റ്? വോളിയം പെർസെൻറ്റേജ്, മാസ് ബൈ വോളിയം പെർസെൻറ്റേജ്, പിന്നെ മെയിനായിട്ട് മൊളാരിറ്റി. ഇതെല്ലാം ടെമ്പറേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, ബാക്കിയുള്ളതൊക്കെ ടെമ്പറേച്ചറിന് ഇൻഡിപെൻഡൻറ്റുമാണ്. അപ്പോൾ ഇത്രയാണ് ഒരു സൊല്യൂഷൻ്റെ കോൺസെൻട്രേഷൻ മെഷർ ചെയ്യാനുള്ള 7 ടേംസ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ എല്ലാം പ്രോബ്ലംസ് കൂടെ ചെയ്ത് പഠിക്കുക. എക്സ്ട്രാ പ്രോബ്ലംസ് ടെക്സ്റ്റിലുണ്ട്, അപ്പോൾ അത് ടെക്സ്റ്റും കൂടെ കയ്യിലുണ്ടെങ്കിൽ ഒന്ന് റെഫർ ചെയ്ത് അതിൻ്റെ പ്രോബ്ലം ചെയ്ത് നോക്കണം. ഞാൻ എല്ലാത്തിൻ്റെ ഓരോ ക്വസ്റ്റ്യൻസ് മാത്രമേ ചെയ്തിട്ടുള്ളൂ, എന്തായാലും ചെയ്ത് നോക്കുക. അപ്പോൾ ഇതാണ് കോൺസെൻട്രേഷൻ്റെ 7 എക്സ്പ്രഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ അടുത്ത കോൺസെൻട്രേഷൻ്റെ മെഷർമെൻറ്റ് കഴിഞ്ഞു. ഇനി നമുക്ക് പഠിക്കാനുള്ളത് വേറൊരു പാർട്ടാണ്. ആ പാർട്ടെന്ന് പറയുന്നത് സോലുബിലിറ്റി. എന്താണ് സോലുബിലിറ്റി? വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഇപ്പോൾ കോൺസെൻട്രേഷൻ്റെ എക്സ്പ്രഷൻ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ആക്ച്വലി നമ്മുടെ ഈ പറഞ്ഞൊരു സെക്ഷൻ വലിയ എക്സാം ബേസ്ഡ് വലിയൊരു ഒരു ഇമ്പോർട്ടൻ്റ് പാർട്ടല്ല. നമ്മൾ ഫസ്റ്റ് ഇയറിൽ പഠിക്കുന്ന ഒരു സെക്ഷനാണത്. പക്ഷേ ഇതെന്ന് പറയുന്നത് വളരെ പ്രാധാന്യമുള്ളൊരു പോർഷനാണ് സോലുബിലിറ്റി. നിങ്ങൾ ഇതും ഒരു ശകലം നിങ്ങൾ +1 ഇക്വിലിബ്രിയം ലെസണിൽ സ്വല്പം സോലുബിലിറ്റി പഠിക്കുന്നുണ്ട്. ലാസ്റ്റ് സെക്ഷനിൽ സോലുബിലിറ്റി പ്രോഡക്റ്റൊക്കെ പഠിക്കുന്നുണ്ട്. അപ്പോൾ സോലുബിലിറ്റി എന്താണ്? സോലുബിലിറ്റി ഞാനിപ്പോൾ ഒരു ബീക്കറിൽ കുറച്ച് വാട്ടർ എടുത്തു. നമ്മൾ ബീക്കറിൽ കുറച്ച് വാട്ടർ എടുത്തിട്ട് ഞാൻ അതിൽ ഒരു സ്പൂൺ ഷുഗർ ആഡ് ചെയ്തു. നന്നായിട്ടൊന്ന് സ്റ്റെയർ ചെയ്യുമ്പോൾ ഈ ഷുഗർ എന്ത് ചെയ്യും? ഡിസോൾവ് ചെയ്യും. അപ്പോൾ ഈ നമ്മളിപ്പോൾ ഒരു സൊല്യൂട്ട് ഒരു സോൾവെൻറ്റിൽ ആഡ് ചെയ്ത് ഡിസോൾവ് ചെയ്യുമ്പോൾ നമ്മൾ ആ പ്രോസസ്സിനെ ഡിസൊല്യൂഷൻ എന്ന് വിളിക്കും. ഡിസോൾവ് ചെയ്യുന്ന പ്രോസസ്സാണ് ഡിസൊല്യൂഷൻ. അപ്പോൾ ഈ ഷുഗർ എന്ത് ചെയ്യും? ഡിസോൾവ് ചെയ്തു. ഞാൻ വീണ്ടും അല്പം ഷുഗർ ആഡ് ചെയ്തു, അതും ഡിസോൾവ് ചെയ്തു. നമ്മളിങ്ങനെ ഷുഗർ ആഡ് ചെയ്ത് നമ്മൾ ആഡ് ചെയ്യുന്ന ഷുഗർ നമ്മൾ ടെമ്പറേച്ചർ ഒന്നും മാറ്റുന്നില്ല. നമ്മൾ ഷുഗർ ആഡ് ചെയ്യുമ്പോൾ ഈ ഷുഗർ ഡിസോൾവ് ചെയ്യും. അപ്പോൾ നമ്മൾ വീണ്ടും ഷുഗർ ആഡ് ചെയ്യുമ്പോൾ ഈ നമ്മൾ എടുത്ത വാട്ടർ ഒരു ഡെഫിനറ്റ് ക്വാണ്ടിറ്റിയാണ്. അപ്പം ഈ വാട്ടറിൽ ഡിസോൾവ് ചെയ്യുന്ന ഷുഗർ ആയിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എക്സ്ട്രാ വീണ്ടും ഷുഗർ ആഡ് ചെയ്താൽ ഈ ഷുഗർ ഡിസോൾവ് ആകത്തില്ല, മനസ്സിലായില്ലേ? അപ്പോൾ നമ്മൾ പറയാം ആ വാട്ടറിന് അല്ലെങ്കിൽ ആ സോൾവെൻറ്റിന് അതിന് ഉൾക്കൊള്ളാൻ പറ്റുന്ന മാക്സിമം എമൗണ്ട് സൊല്യൂട്ടായി എന്ന് പറയാൻ പറ്റും. ഇങ്ങനെ ഒരു സോൾവെൻറ്റിൽ ഡിസോൾവ് ചെയ്യുന്ന സൊല്യൂട്ടിൻ്റെ മാക്സിമം ക്വാണ്ടിറ്റി അതാണ്, അല്ലാതെ വെറും ക്വാണ്ടിറ്റി അല്ല, മാക്സിമം എമൗണ്ട് ഓഫ് സൊല്യൂട്ട് വിച്ച് ക്യാൻ ബി ഡിസോൾവ് ഇൻ എ ഡെഫിനിറ്റ് എമൗണ്ട് സോൾവെൻറ്റ്. നമ്മൾ ഇവിടെ സോൾവെൻ്റ് വോളിയം നമ്മൾ ചേഞ്ച് ചെയ്യാൻ പാടില്ല. നമ്മൾ എത്ര സോൾവെൻ്റ് ആദ്യം എടുത്തോ അത്രയും സോൾവെൻറ്റ് നമ്മൾ സൊല്യൂട്ട് ആഡ് ചെയ്ത് ഈ സോൾവെൻറ്റിൽ ഡിസോൾവ് ആകുന്ന മാക്സിമം സൊല്യൂട്ട് ആകുമ്പോൾ ആ എമൗണ്ടാണ് ആ സൊല്യൂട്ടിൻ്റെ സോലിബിലിറ്റി എന്ന് പറയുന്നത്. That is maximum amount of solute that can be dissolved in a definite volume solvent. A definite volume solvent at a particular temperature. Temperature ഒന്ന് ചേഞ്ച് ചെയ്യരുത്. ഒരു പ്രത്യേക ടെമ്പറേച്ചറിൽ ഒരു സോൾവെൻറ്റ് ഡെഫിനിറ്റ് എമൗണ്ട് സോൾവെൻറ്റിൽ ഡിസോൾവ് ആകുന്ന സൊല്യൂട്ടിൻ്റെ മാക്സിമം എമൗണ്ട് ആണ് എന്ന് പറയുന്നത് സോലിബിലിറ്റി. അപ്പോൾ വാട്ട് ഈസ് സോലിബിലിറ്റി? ഡിഫൈൻ സോലിബിലിറ്റി.
Solubility is the maximum amount of solute that can be dissolved in a definite volume solvent at a particular temperature. വെച്ചാലേ നമ്മൾ ഇങ്ങനെ ഒരു സോൾവെൻറ്റിൽ അതിനെ ഉൾക്കൊള്ളാൻ പറ്റുന്ന മാക്സിമം സൊല്യൂട്ട് ആഡ് ചെയ്ത് കിട്ടുന്ന ആ ഒരു സൊല്യൂഷൻ നമ്മൾ അതിൻ്റെ പേര് വിളിക്കും. ആ ഒരു പേരാണ് സാച്ചുറേറ്റഡ് സൊല്യൂഷൻ. എന്താണ് സാച്ചുറേറ്റഡ് സൊല്യൂഷൻ? അപ്പോൾ അതായത് ഒരു സോൾവെൻറ്റിൽ എത്രമാത്രം സൊല്യൂട്ട് നമുക്ക് ഡിസോൾവ് ചെയ്യിക്കാൻ പറ്റുന്നോ ആ മാക്സിമം ഡിസോൾവ് ആയി കഴിഞ്ഞ് കിട്ടുന്ന സൊല്യൂഷനാണ് എന്ന് പറയുന്നത് സാച്ചുറേറ്റഡ് സൊല്യൂഷൻ. അതേസമയം ഞാനിപ്പോൾ 1 ലിറ്റർ വാട്ടർ എടുത്തു, ഞാനൊരു 2 സ്പൂൺ പഞ്ചസാര ഇടുകയാണ്, അപ്പോഴും അതൊരു സൊല്യൂഷനാണ്, പക്ഷേ അതൊരു സാച്ചുറേറ്റഡ് സൊല്യൂഷൻ അല്ല. അതാണ് അൺസാച്ചുറേറ്റഡ് സൊല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അൺസാച്ചുറേറ്റഡ് സൊല്യൂഷൻ നമ്മൾ വീണ്ടും സൊല്യൂട്ട് ആഡ് ചെയ്ത് മാക്സിമം സൊല്യൂട്ട് ആകുമ്പോൾ നമ്മൾ എന്ത് പറയും? സാച്ചുറേറ്റഡ് സൊല്യൂഷൻ എന്ന് പറയും. അപ്പോൾ വാട്ട് ഈസ് സോളിബിലിറ്റി? സോളിബിലിറ്റി ഈസ് ദി മാക്സിമം എമൗണ്ട് ഓഫ് സൊല്യൂട്ട് വിച്ച് ക്യാൻ ബി ഡിസോൾവ് ഇൻ എ ഡെഫിനിറ്റ് വോളിയം സോൾവെൻറ്റ് അറ്റ് എ പർട്ടിക്കുലർ ടെമ്പറേച്ചർ. ഈ സോളിബിലിറ്റി, ഒരു സൊല്യൂട്ടിൻ്റെ സോളിബിലിറ്റി, അതിനെ പല ഫാക്ടേഴ്സും അഫക്റ്റ് ചെയ്യുന്നുണ്ട്. അതായത് ഒന്നെന്ന് വെച്ചാൽ സൊല്യൂട്ടിൻ്റെ നേച്ചർ, സോൾവെൻറ്റിൻ്റെ നേച്ചർ. അപ്പോൾ നമുക്കറിയാം ഡിഫറൻറ്റ് സൊല്യൂട്ടും ഡിഫറൻറ്റ് സോൾവെൻസും ഉണ്ട്. അപ്പോൾ എല്ലാ സൊല്യൂട്ട്സിനും അല്ലെങ്കിൽ എല്ലാ സോൾവെൻസിനും ഒരേ സോളിബിലിറ്റി നേച്ചർ അല്ല. സൊല്യൂട്ടിൻ്റെയും സോൾവെൻറ്റിൻ്റെയും നേച്ചർ മാറുമ്പോൾ സോളിബിലിറ്റിക്കും ചേഞ്ച് വരാം. അപ്പോൾ ഒന്നാമത്തെ ഫാക്ടർ എന്ന് പറയുന്നത് നേച്ചർ ഓഫ് സൊല്യൂട്ട് ആൻഡ് നേച്ചർ ഓഫ് സോൾവെൻറ്റ്. സെക്കൻഡ് ഫാക്ടർ എന്ന് പറയുന്നത് ടെമ്പറേച്ചർ. ടെമ്പറേച്ചറിൻ്റെ വേരിയേഷൻ വരുമ്പോൾ സോളിബിലിറ്റിക്കും ചേഞ്ച് വരാം. മൂന്നാമത്തെ ഫാക്ടറാണ് പ്രഷർ. അപ്പോൾ സോളിബിലിറ്റി ഓഫ് എ സൊല്യൂട്ട് അതിനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് സോളിബിലിറ്റി ഓഫ് സൊല്യൂട്ട് ആർ നേച്ചർ ഓഫ് സൊല്യൂട്ട് ആൻഡ് സോൾവെൻറ്റ്, സെക്കൻഡ് വൺ ടെമ്പറേച്ചർ ആൻഡ് തേർഡ് വൺ ഈസ് പ്രഷർ. ഇതാണ് സോളിബിലിറ്റി അഫക്റ്റ് ചെയ്യുന്ന 3 ഫാക്ടേഴ്സ്. പറഞ്ഞത് എന്താണ് സോളിബിലിറ്റി? The maximum amount of solute which can be dissolved in a definite volume solvent is called solubility. Means at a particular temperature, we are measuring at a particular temperature. The factors affecting solubility are nature of solute and solvent, temperature, pressure. അപ്പോൾ നമുക്ക് ഈ സെക്ഷനിൽ പഠിക്കുമ്പോൾ 2 പേരുടെ സോളിബിലിറ്റിയാണ് പഠിക്കാനുള്ളത്. ഒന്നെന്ന് വെച്ചാൽ സോളിഡ് ഇൻ ലിക്വിഡ്. നമ്മുടെ സൊല്യൂട്ട് സോളിഡാണ്. സോളിഡായ ഒരു സൊല്യൂട്ടിനെ നമ്മൾ ഒരു സോൾവെൻറ്റിൽ സോളിബിൾ ആക്കുമ്പോൾ എങ്ങനെയൊക്കെയാണ് സോളിബിലിറ്റിക്ക് വേരിയേഷൻ വരുന്നത്. സെക്കൻഡ് എന്ന് പറയുന്നത് ഗ്യാസ് ഇൻ ലിക്വിഡ്. നമ്മുടെ സൊല്യൂട്ട് എന്ത് ഫോം ആയിരിക്കും? ഗ്യാസ് ആയിരിക്കും. അപ്പോൾ സോളിഡ് ഇൻ ലിക്വിഡും ഗ്യാസ് ഇൻ ലിക്വിഡും ഈ 2 സമയത്തുമുള്ള സോളിബിലിറ്റിയാണ് നമുക്ക് ഈ സെക്ഷനിൽ സോളിബിലിറ്റി സെക്ഷനിൽ പഠിക്കാനുള്ളത്. ഇത് നമ്മൾ ആദ്യം കൺസിഡർ ചെയ്യുന്നത് സോളിബിലിറ്റി ഓഫ് സോളിഡ് ഇൻ ലിക്വിഡ്. ഒരു സോളിഡ് നമ്മൾ ലിക്വിഡിൽ സോളിബിൾ ആക്കുമ്പോൾ അവിടെ എന്തെല്ലാം ഫാക്ടേഴ്സ് അനുസരിച്ചാണ് സോളിബിലിറ്റിക്ക് ചേഞ്ച് വരുന്നത്. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞു 3 ഫാക്ടേഴ്സാണ്. നേച്ചർ ഓഫ് സൊല്യൂട്ടും നേച്ചർ ഓഫ് സോൾവെൻറ്റും പിന്നെ ടെമ്പറേച്ചർ പിന്നെ ഒന്ന് പ്രഷറാണെന്ന് പറഞ്ഞു. ഇതിൽ അപ്പോൾ ഒന്നാമത്തെ ഫാക്ടറാണ് നേച്ചർ ഓഫ് സൊല്യൂട്ട് ആൻഡ് നേച്ചർ ഓഫ് സോൾവെൻറ്റ്. സൊല്യൂട്ടിൻ്റെയും സോൾവെൻറ്റിൻ്റെയും നേച്ചർ ഓഫ് സൊല്യൂട്ട് ആൻഡ് നേച്ചർ ഓഫ് സോൾവെൻറ്റ്. ഇത് പറയുമ്പോൾ ഇപ്പോൾ നമ്മുടെ ഒരു മെയിൻ സോൾവെൻ്റ് ആണ് വാട്ടർ. അതിനറിയപ്പെടുന്നത് തന്നെ യൂണിവേഴ്സൽ സോൾവെൻറ്റ് എന്നാണ്. അപ്പോൾ ഈ സോൾവെൻ്റായ വാട്ടറിൽ ഷുഗർ ഡിസോൾവ് ചെയ്യും, സോൾട്ട് ഡിസോൾവ് ചെയ്യും അല്ലേ. മിക്കവാറുള്ള സൊല്യൂട്ടുകളൊക്കെ ഡിസോൾവ് ചെയ്യും വാട്ടറിൽ അല്ലേ. അപ്പോൾ ഈ ഷുഗറും സോൾട്ടും എല്ലാം വാട്ടറിൽ ഡിസോൾവ് ചെയ്യും എന്നുവെച്ചാലേ. അതേസമയം ഞാൻ ഈ വാട്ടറിൽ നാഫ്തലിൻ നമ്മൾ ആഡ് ചെയ്യണം. ഒരിക്കലും നാഫ്തലിൻ എന്ത് ചെയ്യത്തില്ല? വാട്ടറിൽ ഡിസോൾവ് ചെയ്യത്തില്ല. അല്ലെങ്കിൽ മറ്റൊരു കെമിക്കലാണ് ആന്ത്രസീൻ. ഇതൊക്കെ ഓർഗാനിക് കോമ്പൗണ്ട്സ് ആണ്. അപ്പോൾ നാഫ്തലീൻ, ആന്ത്രസീൻ പോലെയുള്ള ഓർഗാനിക് കോമ്പൗണ്ട്സ് ഒന്നും വാട്ടറിൽ സോളിബിൾ അല്ല. അപ്പം വാട്ടറിൽ സോളിബിൾ ആകുന്നവരാണ് ഷുഗറും സോൾട്ടും. പക്ഷേ വാട്ടറിൽ ഇൻസോളിബിളാണ് നാഫ്തലീനും ആന്ത്രസീനും. എന്നാൽ ഇതേ നാഫ്തലീനും ആന്ത്രസീനും ബെൻസീൻ എന്ന സോൾവെൻറ്റിൽ സോളിബിൾ ആവും. എന്നാൽ ഈ ഷുഗറൊന്നും ബെൻസീനിൽ സോളിബിൾ അല്ല. അപ്പോൾ എന്താണ്? ചില സൊല്യൂട്ടുകൾ ചില സോൾവെൻറ്റിൽ സോളിബിൾ ആവും. എല്ലാ സൊല്യൂട്ട്സിനും എല്ലാ സോൾവെൻറ്റിലും സോളിബിൾ ആകാൻ പറ്റത്തില്ല. അപ്പോൾ ഇവിടെ ഒരു പോയിന്റ് പറയുന്നുണ്ട്. ഈ നമ്മുടെ പോളാറായ സൊല്യൂട്ടുകൾ
പോളാർ സൊല്യൂട്ട് ക്യാൻ ബി ഡിസോൾവ് ഇൻ പോളാർ സോൾവെൻറ്റ്. എന്താണ് ഈ പോളാർ എന്ന് വെച്ചാൽ? പോളാർ മീൻസ് ഇപ്പോൾ തന്നെ NaCl നമ്മൾ കൺസിഡർ ചെയ്യാണ്. ഈ NaCl എന്ന് പറയുന്നത് ഒരു പോളാർ സൊല്യൂട്ടാണ്. കാരണം NaCl Na+ഉം Cl- ഉള്ള അയോൺസ് ഉണ്ട്. ഒരു അയോണിക് കോമ്പൗണ്ടാണ്, പോളാറാണ്. അതേപോലെ തന്നെ നമ്മുടെ വാട്ടർ എന്ന് പറയുന്ന ഒരു പോളാറായ സോൾവെൻ്റാണ്. അപ്പോൾ പോളാർ സൊല്യൂട്ട് ക്യാൻ ബി ഡിസോൾവ് ഇൻ പോളാർ സോൾവെൻറ്റ്സ്. അതേസമയം ഇപ്പോൾ നാഫ്തലീൻ, ആന്ത്രസീൻ നോൺ പോളാറാണ്. ബെൻസീനും നോൺ പോളാറാണ്. അപ്പോൾ നോൺ പോളാറായ സൊല്യൂട്ടുകൾ നോൺ പോളാറായ സോൾവെൻറ്റിൽ സോൾബിൾ ആവും. അതേസമയം പോളാർ സൊല്യൂട്ട്സ് എവിടെ സോൾബിൾ ആവും? പോളാറായ സോൾവെൻറ്റ്സിൽ. ഇതിൻ്റെ പറഞ്ഞ ടേമാണ് ലൈക്ക് ഡിസോൾവ്സ് ലൈക്ക്. ലൈക്ക് ഡിസോൾവ്സ് ലൈക്ക് മീൻസ് ഒരേ നേച്ചറുള്ളവർ സോൾബിൾ ആവും. പോളാർ ഡിസോൾവ് ഇൻ പോളാർ, നോൺ പോളാർ ഡിസോൾവ്സ് ഇൻ നോൺ പോളാർ സോൾവെൻറ്റ്സ്. അപ്പോൾ ഇതാണ് ഫസ്റ്റ് ഫാക്ടർ, നേച്ചർ ഓഫ് സൊല്യൂട്ട് ആൻഡ് നേച്ചർ ഓഫ് സോൾവെൻറ്റ്. അപ്പോൾ പറഞ്ഞ പോയിന്റ് ഇതാണ്, എല്ലാ സൊല്യൂട്ട്സും എല്ലാ സോൾവെൻറ്റ്സിനും സോൾബിൾ അല്ല. സ്പെഷ്യൽ നേച്ചർ ഉണ്ടായിരുന്നു. കാരണം പോളാറായ സൊല്യൂട്ട്സിന് പോളാറായ സോൾവെൻറ്റിൽ സോൾബിൾ ആകാം, നോൺ പോളാറായ സൊല്യൂട്ട്സിന് നോൺ പോളാറായ സോൾവെൻറ്റിൽ മാത്രമേ സോൾബിൾ ആകാൻ പറ്റൂ. ദാറ്റ് മീൻസ് ലൈക്ക് ഡിസോൾവ്സ് ലൈക്ക്. അപ്പോൾ ഈ ടൈമിൻ്റെ അറിഞ്ഞിരിക്കണം, ലൈക്ക് ഡിസോൾവ്സ് ലൈക്ക് മീൻസ് സെയിം ടൈപ്പ് സൊല്യൂട്ട്സ് ക്യാൻ ബി ഡിസോൾവ് ഇൻ സെയിം ടൈപ്പ് സോൾവെൻറ്റ്. പോളാർ ഇൻ പോളാർ സോൾവെൻറ്റ്, നോൺ പോളാർ ഇൻ നോൺ പോളാർ സോൾവെൻറ്റ്. അപ്പോൾ പറഞ്ഞ പോയിന്റ് ഇതാണ് സോളിബിലിറ്റി. എന്താണ് സോളിബിലിറ്റി? Solubility means it is the maximum amount of solute which can be dissolved in a definite volume solvent at a particular temperature. Factors affecting solubility are nature of solute and solvent, temperature, pressure. അതിൽ നമ്മൾ പറഞ്ഞു നമുക്ക് രണ്ട് ടൈപ്പ് സൊല്യൂഷൻസിൻ്റെ നേച്ചർ പഠിക്കാനുണ്ട്. അതിലൊന്ന് സോളിഡ് ഇൻ ലിക്വിഡും സെക്കൻഡ് ഗ്യാസ് ഇൻ ലിക്വിഡുമാണ്. അതിൽ ആദ്യമാണ് സോളിഡ് ഇൻ ലിക്വിഡ്. അതിൽ നമ്മൾ പറഞ്ഞ കാര്യം വെച്ചാൽ നമ്മൾ ഈ സോളിഡ് ലിക്വിഡിൽ ഡിസോൾവ് ചെയ്യുമ്പോൾ അവിടെയും 3 ഫാക്ടേഴ്സ് വരുന്നത്. അതിൽ ഫസ്റ്റ് ഫാക്ടറാണ് നേച്ചർ ഓഫ് സൊല്യൂട്ടും നേച്ചർ ഓഫ് സോൾവെൻറ്റും. നമ്മൾ പറഞ്ഞ പോയിന്റ്, എല്ലാ സൊല്യൂട്ട്സും എല്ലാ സോളിഡായ സൊല്യൂട്ടുകളും എല്ലാ ലിക്വിഡ്സിലും സോളിബിൾ അല്ല. എങ്ങനെയുള്ള ഡിസോൾവ് ചെയ്യും? പോളാർ സൊല്യൂട്ട് ക്യാൻ ബി ഡിസോൾവ് ഇൻ പോളാർ സോൾവെൻറ്റ്, നോൺ പോളാർ ക്യാൻ ഡിസോൾവ് ഇൻ നോൺ പോളാർ സോൾവെൻറ്റ്സ്. ദാറ്റ് മീൻസ് ലൈക്ക് ഡിസോൾവ്സ് ലൈക്ക്. ഇതാണ് ഫസ്റ്റ് ടേം, നേച്ചർ ഓഫ് സൊല്യൂട്ട് ആൻഡ് നേച്ചർ ഓഫ് സോൾവെൻറ്റ്. ഇനി 2 ഫാക്ടേഴ്സ് കൂടെ ഉണ്ട്, ടെമ്പറേച്ചറും പ്രഷറും. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഫാക്ടർ പറഞ്ഞു കഴിഞ്ഞു, നേച്ചർ ഓഫ് സൊല്യൂട്ട് ആൻഡ് നേച്ചർ ഓഫ് സോൾവെൻറ്റ്. ഇനി രണ്ടാമത്തെ ഫാക്ടർ എന്ന് പറയുന്നത് ടെമ്പറേച്ചറാണ്. എന്താണ്? ടെമ്പറേച്ചർ. അപ്പോൾ ടെമ്പറേച്ചർ ഒരു സോളിഡായ സൊല്യൂട്ടിൻ്റെ സോളിബിലിറ്റിയെ എങ്ങനെയാണ് അഫക്റ്റ് ചെയ്യുന്നത്? ടെമ്പറേച്ചർ. അപ്പോൾ നമ്മൾ ഈ ടെമ്പറേച്ചറിൻ്റെ അഫക്ഷൻ എങ്ങനെയാണെന്ന് പറയുമ്പോൾ നമ്മൾ അറിയേണ്ട ഒരു പ്രിൻസിപ്പിളാണ് ലേ-ഷാറ്റ്ലേഴ്സ് പ്രിൻസിപ്പിൾ. ലേ-ഷാറ്റ്ലേഴ്സ് പ്രിൻസിപ്പിൾ പഠിച്ചിട്ടുണ്ട്, നമ്മൾ കഴിഞ്ഞ വർഷം പ്രോബ്ലം ചെയ്തതൊക്കെയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ പറയുമ്പോൾ ഞാനിപ്പോൾ ഒരു സൊല്യൂട്ട് ഒരു സോൾവെൻറ്റിൽ സോളിബിളാക്കി. അപ്പോൾ ടെമ്പറേച്ചറിന് വേരിയേഷൻ വരുത്തിയാൽ സോളിബിലിറ്റി എങ്ങനെ മാറും എന്ന് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിൽ ആ ഡിസൊല്യൂഷൻ, അതായത് സോളിഡ് സൊല്യൂട്ട് ലിക്വിഡ് സോൾവെൻറ്റിൽ സോൾബിൾ ആകുന്ന ആ പ്രോസസ്സ് ഡിസൊല്യൂഷൻ എന്ന് പറയുന്നത് എൻഡോതെർമിക് ആണോ എക്സോതെർമിക് ആണോ എന്ന് നമ്മൾ അറിയണം. എക്സോതെർമിക്കും എൻഡോതെർമിക്കും എന്താണെന്ന് ആദ്യം അറിയുക. എന്താണ് എൻഡോതെർമിക് എന്ന് പറയുന്നത്? മീൻസ് ഇപ്പോൾ ഒരു റിയാക്ഷൻ നടക്കുമ്പോൾ എനർജി വാങ്ങിയാണ് റിയാക്ഷൻ എങ്കിൽ അതാണ് എൻഡോതെർമിക്. അതേസമയം റിയാക്ഷൻ പ്രൊസീഡ് ചെയ്യുമ്പോൾ എനർജി റിലീസ് ചെയ്യുന്നുവെങ്കിൽ അതാണ് ഏതെന്ന് പറയുന്നത്? എക്സോതെർമിക് എന്ന് പറയുന്നത്. അപ്പോൾ അതേപോലെ ഡിസൊല്യൂഷൻ പ്രോസസ്സിലും എൻഡോതെർമിക്കും എക്സോതെർമിക്കും ഉണ്ട്. അപ്പോൾ എൻഡോ ആണോ എക്സോ ആണോ എന്ന് അറിഞ്ഞാൽ മാത്രമേ ഈ ടെമ്പറേച്ചറിൻ്റെ വേരിയേഷൻ വരുത്തുമ്പോൾ സോളിബിലിറ്റി എങ്ങനെ മാറും എന്ന് നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. എന്നുവെച്ചാൽ ഇപ്പോൾ ഞാനിപ്പോൾ ഒരു സൊല്യൂട്ട് എടുത്ത് ഒരു സോളിഡ് സൊല്യൂട്ട് നമ്മൾ സോൾവെൻറ്റിൽ സോൾബിളാക്കി. ആ പ്രോസസ്സ് എൻഡോതെർമിക് ആണെന്നിരിക്കട്ടെ. എൻഡോതെർമിക് മീൻസ് ΔH, ചേഞ്ച് ഇൻ എൻതാൽപ്പി ഈസ് ഗ്രേറ്റർ ദാൻ 0 ആണ്, പോസിറ്റീവ് ആയിരിക്കും എൻഡോതെർമിക്. അപ്പോൾ ഒരു ഡിസൊല്യൂഷൻ പ്രോസസ്സ് എൻഡോതെർമിക് ആണ്, മീൻസ് എനർജി വാങ്ങുന്ന പ്രോസസ്സാണ് എങ്കിൽ നമ്മൾ വീണ്ടും ടെമ്പറേച്ചർ കൂട്ടിയാൽ സോളിബിലിറ്റി ഇൻക്രീസ് ചെയ്യും.
ഇപ്പോൾ ടെമ്പറേച്ചർ വാങ്ങിയാണ് സോളിബിൾ ആകുന്നതെങ്കിൽ നമ്മൾ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ സോളിബിലിറ്റി എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. മീൻസ് ഒരു ഡിസൊല്യൂഷൻ പ്രോസസ്സ് എൻഡോതെർമിക് ആണ് എങ്കിൽ ടെമ്പറേച്ചർ കൂടുന്തോറും ആ സൊല്യൂട്ടിൻ്റെ സോളിബിലിറ്റി ഇൻക്രീസ് ചെയ്യും. അപ്പോൾ ഫോർ ആൻ എൻഡോതെർമിക് പ്രോസസ് വിത്ത് റൈസ് ഇൻ ടെമ്പറേച്ചർ സോളിബിലിറ്റി ഓൾസോ ഇൻക്രീസസ്. ടെമ്പറേച്ചർ കൂടുന്തോറും സോളിബിലിറ്റി എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. അതേസമയം ഒരു ഡിസൊല്യൂഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത് എക്സോതെർമിക് ആണ്. ΔH<0 നെഗറ്റീവ് ആണ് എങ്കിൽ, എക്സോതെർമിക് ആണ് എങ്കിൽ ടെമ്പറേച്ചർ കൂട്ടിയ, കാരണം നമ്മൾ ടെമ്പറേച്ചർ കൊടുത്തില്ല എങ്കിൽ പോലും എനർജി റിലീസ് ചെയ്യുകയാണ്. അപ്പോൾ അതിന് ടെമ്പറേച്ചറിൻ്റെ ആവശ്യമില്ല എന്നാണ് മീനിങ്. എന്നിട്ട് നമ്മൾ വീണ്ടും ടെമ്പറേച്ചർ കൂട്ടുന്നുവെങ്കിൽ സോളിബിലിറ്റി ഡിക്രീസ് ചെയ്തു പോകും. അപ്പോൾ ഫോർ ആൻ എക്സോതെർമിക് ഡിസൊല്യൂഷൻ പ്രോസസ് വിത്ത് റൈസ് ഇൻ ടെമ്പറേച്ചർ സോളിബിലിറ്റി ഡിക്രീസസ്. അപ്പോൾ ഇതാണ് ടെമ്പറേച്ചർ എഫക്റ്റ്. മീൻസ് ഇപ്പം എന്ത് പറഞ്ഞു? ടെമ്പറേച്ചർ എങ്ങനെ അഫക്റ്റ് ചെയ്യുന്നു എന്ന് അറിയണമെങ്കിൽ ആ ഡിസൊല്യൂഷൻ പ്രോസസ്സ് എൻഡോതെർമിക് ആണോ എക്സോതെർമിക് ആണോ എന്നറിയുക. ഒരു ഡിസൊല്യൂഷൻ എന്ന് പറയുന്നത് എൻഡോതെർമിക് ആണ്. ΔH>0 പോസിറ്റീവ് ആണ് എങ്കിൽ ടെമ്പറേച്ചർ കൂടുന്തോറും സോളിബിലിറ്റി എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. അതേസമയം ഒരു ഡിസൊല്യൂഷൻ പ്രോസസ് എന്ന് പറയുന്നത് എക്സോതെർമിക് ആണ്. ΔH നെഗറ്റീവ് ആണ് എങ്കിൽ ടെമ്പറേച്ചർ കൂട്ടിയാൽ സോളിബിലിറ്റി ഡിക്രീസ് ചെയ്യും. വിത്ത് റൈസ് ഇൻ ടെമ്പറേച്ചർ സോളിബിലിറ്റി ഡിക്രീസസ്. അപ്പോൾ ടെമ്പറേച്ചർ കൂട്ടണോ കുറയ്ക്കണോ എന്നറിയണമെങ്കിൽ ആ പ്രോസസ്സ് എൻഡോതെർമിക് ആണോ എക്സോതെർമിക് ആണോ എന്നറിയുക. ഇനി മൂന്നാമത്തെ ലാസ്റ്റ് ടേമാണ് പ്രഷർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിവിടെ പറഞ്ഞു വെച്ചാൽ എന്താണ്? സോളിഡ് ഇൻ ലിക്വിഡ് ആണ് പറയുന്നത്. ഈ സോളിഡ്സും ലിക്വിഡ്സും ഇൻകംപ്രസിബിൾ ആണ്. നമുക്ക് കംപ്രസ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ഈ കംപ്രഷൻ ഉണ്ടെങ്കിൽ മാത്രമേ പ്രഷർ എന്ന വാല്യൂ കാണൂ. അപ്പോൾ ഇത് രണ്ടും ഇൻകംപ്രസിബിൾ ആയതുകൊണ്ട് പ്രഷറിന് ചേഞ്ച് വരുത്തിയാലും സോളിബിലിറ്റിക്ക് യാതൊരു ചേഞ്ചും ഇല്ല. അപ്പോൾ സോളിഡ് ഇൻ ലിക്വിഡ് ആണ് നമ്മുടെ ഡിസൊല്യൂഷൻ നേച്ചർ എങ്കിൽ പ്രഷർ ഹാസ് നോ എഫക്റ്റ് ഓൺ സോളിബിലിറ്റി. പ്രഷറിന് എത്ര വേരിയേഷൻ വരുത്തിയാലും അതിൻ്റെ സോളിബിലിറ്റിക്ക് യാതൊരു ചേഞ്ചും ഇല്ല. അപ്പോൾ ആക്ച്വലി ഇവിടെ നമ്മുടെ സോളിഡ് ഇൻ ലിക്വിഡിനെ 2 ഫാക്ടേഴ്സ് മാത്രമേ അഫക്റ്റ് ചെയ്യുന്നുള്ളൂ. ഒന്ന് നേച്ചർ ഓഫ് സൊല്യൂട്ട് ആൻഡ് സോൾവെൻറ്റും, സെക്കൻഡ് ടെമ്പറേച്ചറും. പ്രഷർ ഹാസ് നോ ഇഫക്റ്റ്. കാരണം എന്താണ്? സോളിഡ്സും ലിക്വിഡ്സും ഇൻകംപ്രസിബിൾ ആണ്. ഓക്കെ, അപ്പോൾ ഇതാണ് സോളിബിലിറ്റി ഓഫ് സോളിഡ് ഇൻ ലിക്വിഡ്, അതിനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ്. ഓക്കെ.